സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സന്തോഷത്തോടുകൂടി നാം ഈദുൽ ഫിത്തർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന മഹനീയമായ ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ഹൃദ്യമായ ഈദ് ആശംസകൾ കൈമാറുകയാണ്. ഒരു മാസക്കാലത്തെ നിരന്തരമായ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞതുപോലെ വലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ എണ്ണം പൂർത്തിയാക്കുവാൻ വേണ്ടി അതേ പരിശുദ്ധ റമളാൻ മുഴുവനും വ്രതമനുഷ്ഠിച്ചുകൊണ്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അല്ലാഹു നിങ്ങൾക്ക് ഈ ഒരു വലിയ കാര്യം നിർവഹിക്കുവാൻ തൗഫീക്ക് നൽകിയതിന്, ഹിദായത്ത് നൽകിയതിന് അവനെ ധാരാളമായി പ്രകീർത്തിച്ചുകൊണ്ട് ഇതുവരെയും നാം മുഴക്കിക്കൊണ്ടിരുന്ന ആ തക്ബീറിലൂടെ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം മഹത്വപ്പെടുത്തുകയായിരുന്നു. വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുവാനും വേണ്ടി എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഒരു മാസക്കാലം വിജയകരമായ നിലക്ക് വ്രതം അനുഷ്ഠിച്ച് ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി അതേ വീണ്ടും മറ്റൊരു ഇബാദത്തിലേക്ക് കാലെടുത്തു വെക്കുവാൻ നമുക്ക് അവസരം തന്ന, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതാത് ഘട്ടങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിക്കുവാൻ, അവന് നന്ദി പറയുവാൻ ഈ സമയം നാം പ്രത്യേകമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. സഹോദരങ്ങളെ, എത്ര സന്തോഷത്തോടുകൂടെയാണ് നാം ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. എന്താണ് കാരണം? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലിസ്വായിമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷ സന്ദർഭങ്ങളാണുള്ളത്. രണ്ട് വേളയിൽ നോമ്പുകാരൻ സന്തോഷിക്കുന്നു. ഒന്ന് ഫർഹത്തുൻ ഹീന യുഫ്തിറു, അവൻ നോമ്പ് മുറിക്കുന്ന സന്ദർഭം. അതേ പരിശുദ്ധമായ റമളാനിന്റെ വ്രതാനുഷ്ഠാനം നിർവഹിച്ചു കഴിഞ്ഞ സന്തോഷത്തോടെ ഭക്തിയോടുകൂടി വളരെ സന്തോഷത്തിൽ നമ്മൾ ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ സന്തോഷം ഇനി നമുക്ക് കിട്ടേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഫർഹത്തുൻ ഹീന യൽഖാ റബ്ബഹു, തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസമാണ് ഇനി അവൻ സന്തോഷിക്കുക. സഹോദരങ്ങളെ, ഇപ്പോഴുള്ള ഈ സന്തോഷം അതേ നാളെ മഹ്ശറിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ സാധ്യമാകണമെങ്കിൽ നാം ഇതുവരെ അനുഷ്ഠിച്ച വ്രതാനുഷ്ഠാനവും നമ്മുടെ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിച്ചു എന്നറിയണം. അതറിയാൻ നമുക്ക് പരലോകത്തോളം കാത്തിരിക്കേണ്ടതുണ്ട്. എന്താണ് നമ്മുടെ സ്ഥിതി എന്ന് നമുക്കാർക്കും അറിയില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചോ ഇല്ലേ, അത് സ്വീകരിക്കലാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. മഹാനായ ഫുളൈൽ ഇബ്നു ഉബൈദ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ലഅൻ നകൂന അഅലം അന്ന അല്ലാഹ തഖബ്ബല മിന്നി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. മഹാനവറുകൾ പറയുന്നത്, അല്ലാഹു എന്നിൽ നിന്ന് ഒരു കടുക് തരിയോളമെങ്കിലും എൻ്റെ കർമ്മം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നതാണ്. അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിനദ്ദുന്യാ വമാ ഫീഹാ, ഈ ലോകത്തെക്കാളും ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഒരു തരിയോളമെങ്കിലും കർമ്മം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയലാണ്. കാരണം അല്ലാഹു തആല ലിഅന്ന അല്ലാഹ യഖൂൽ, അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, സഹോദരങ്ങളെ, ആ മുത്തഖിയായി തീരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആ തഖ്വയിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടോ? ആ തഖ്വയുടെ വക്താക്കളായി നാം മാറിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അല്ലാഹു സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു തരിയെങ്കിലും കർമ്മം അള്ളാഹു സ്വീകരിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ മുത്തഖീങ്ങളുടെ ലിസ്റ്റിലുണ്ടല്ലോ എന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് നമുക്കതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതറിയാൻ നമുക്ക് ഈ ദുന്യാവിൽ യാതൊരു നിവൃത്തിയുമില്ല. നാം എന്താണ് ചെയ്യേണ്ടത്? ഈ സന്ദർഭങ്ങളിൽ നിരന്തരമായി അല്ലാഹു റബ്ബുൽ ആലമീനിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ആ പ്രാർത്ഥനാ മനസ്ഥിതിയാണ് പ്രിയമുള്ളവരെ ഈ ദിവസം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ ഞങ്ങളുടെ രക്ഷിതാവേ. നീയാണല്ലോ എല്ലാം കേൾക്കുന്നവൻ, നീയാണല്ലോ എല്ലാം അറിയുന്നവൻ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് പരിശുദ്ധ കഅബാലയം കെട്ടിപ്പടുക്കുക എന്ന മഹനീയമായ സൽക്കർമ്മം നിർവഹിച്ചു കഴിഞ്ഞതിന്റെ ശേഷം പോലും അവരിരുവരും അള്ളാഹുവിനോട് തേടിയിട്ടുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചാലും നീയാണ് എല്ലാം കേൾക്കുന്നവൻ, നീയാണ് എല്ലാം അറിയുന്നവൻ. പ്രിയമുള്ളവരെ, എനിക്കെന്നോടും നിങ്ങളോടും ഈ സമയത്ത് ഉണർത്താനുള്ള ആദ്യ കാര്യം അതാണ്. നമ്മുടെ മനസ്സിലൊരിക്കലും അഹങ്കാരം തോന്നരുത്, നമ്മുടെ മനസ്സിൽ ഒരു ഊറ്റം തോന്നരുത്, ഒരു അഹങ്കാരത്തിന്റെ കണിക പോലും ഉണ്ടാകരുത്. ഏതർത്ഥത്തിൽ? ഞാൻ ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു മാസം ഞാൻ നോമ്പെടുത്തവനാണ്, ഒരു മാസം ഞാൻ രാത്രിയിൽ കാല് കഴഞ്ഞു നിന്നുകൊണ്ട് സുദീർഘമായി നമസ്കരിച്ചവനാണ്, ഞാൻ സകാത്തുൽ ഫിത്ർ നൽകിയയാളാണ്, ഞാൻ സലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട്, ഞാൻ പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതി തീർത്തവനാണ്, ദിക്റുകൾ ചൊല്ലിയവനാണ്, ജമാഅത്ത് നമസ്കാരങ്ങളിൽ മുടങ്ങാതെ എത്തിയവനാണ്, എന്തൊക്കെയോ ഞാൻ ചെയ്തിരിക്കുന്നു എന്ന ഒരു ധാരണ നമ്മിൽ ഉണ്ടാകരുത്. മറിച്ച് എൻ്റെ പ്രവർത്തനങ്ങളൊന്നുമല്ല, എൻ്റെ നാഥൻ എനിക്ക് ഈ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളുടെ കണക്കെടുത്താൽ അതിൽ എനിക്കെൻ്റെ നാഥൻ നൽകിയ ഒരു നിഅമത്തിന് പോലും ശുക്ർ ചെയ്യാൻ ജീവിതമാസകലം സുജൂദിൽ കിടന്നാലും മതിയാവില്ല എന്ന തിരിച്ചറിവാണ്, ആ വിനീത ഭാവമാണ് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിനെ പിടികൂടേണ്ടത്. അതുകൊണ്ട് എന്തൊക്കെയോ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തു എന്ന് മനസ്സിൽ വലിയ കണക്കുകൂട്ടലുകളില്ലാതെ അല്ലാഹുവേ നീ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനാ മനസ്ഥിതിയോടെ ആയിരിക്കണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഇവിടെ ഇരിക്കേണ്ടത്, തുടർന്ന് അങ്ങോട്ടും പ്രവർത്തിക്കേണ്ടത്. കാരണം എത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും മുൻഗാമികളുടെ സ്വഭാവം ഖുർആൻ പറയുന്നുണ്ട്, വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയം നടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ഹൃദയത്തിന് വല്ലാതെ പേടിയുണ്ട്. ഈ ആയത്ത് കേട്ടപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, എന്തിനാണ് നബിയെ ഈ ജനങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? അവർ വ്യഭിചരിച്ചവരാണോ? അവർ മദ്യപിച്ചവരാണോ? പിന്നെ എന്തിനാണ് അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിൽ ഇത്രയേറെ ഭയപ്പെടുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യബ്നത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മോളെ, അതൊന്നുമല്ല അവരുടെ ഭയത്തിന്റെ കാരണം. നാം അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കുക, നമ്മുടെ മുൻഗാമികൾ ഭയപ്പെട്ടത് അവര് തിന്മ ചെയ്തതിന്റെ പേരിലായിരുന്നില്ല, മറിച്ച് വലാകിന്നഹുമുല്ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂൻ, അവര് നോമ്പെടുത്തവരാണ്, നമസ്കരിച്ചവരാണ്, ദാനം കൊടുത്തവരാണ്, പക്ഷേ അപ്പോഴും അവര് ഭയപ്പെടുന്നുണ്ട്, അല്ലാ യുഖ്ബല മിൻഹും, അവരിൽ നിന്നൊരു സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന്. ഏത് കർമ്മം ചെയ്താലും അള്ളാഹു അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ നമുക്കതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? ഒരു മാസം നമ്മൾ അധ്വാനിച്ചവരാണ്, പക്ഷേ അത് അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പരമകാരുണികനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഫലം കണ്ട് ആസ്വദിച്ച് ചിരിക്കാനും സന്തോഷിക്കാനും തുള്ളിച്ചാടാനും നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ, അതേ നല്ലവരായ വിശ്വാസികൾ അവരുടെ വലത് കരങ്ങളിൽ ഗ്രന്ഥം കിട്ടുമ്പോൾ, ആ വലത് കരങ്ങളിൽ ഗ്രന്ഥം കിട്ടുമ്പോൾ അവർ തുള്ളിച്ചാടുകയാണ്. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാ ഉംഖറഊ കിതാബിയ, വായിക്കൂ, വരൂ, എൻ്റെ കിതാബ് ഒന്ന് നോക്കൂ, ഞാൻ ചെയ്ത കർമ്മങ്ങളൊക്കെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു
പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ മുഅ്മിനുകൾ തുള്ളിച്ചാടുന്ന ഒരു ദിവസം പരലോകത്ത് വരാനിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോമ്പുകാരൻ സന്തോഷിക്കുന്ന രണ്ടാമത്തെ സന്ദർഭം അതാണ്. റബ്ബിന്റെ മുമ്പിലെത്തി ഇതൊക്കെ സ്വീകരിച്ചു എന്നറിയുമ്പോഴുള്ള ആഹ്ലാദം, ഇതൊക്കെ പരിഗണിച്ചിരിക്കുന്നു എന്നറിയുമ്പോഴുള്ള ആനന്ദം, ആ ആനന്ദമാണ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകാൻ പോകുന്നത് മഹ്ശറിൽ. പക്ഷേ നമുക്കറിയില്ലല്ലോ, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ റമദാനിന്റെ അവസാന രാത്രിയിലായാൽ അദ്ദേഹം ഇങ്ങനെ ചോദിക്കും, യാ ലൈത ശഅരി, എനിക്കറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മൻ ഹാദൽ മഖ്ബൂൽ, ആരാണ് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യനായതെങ്കിൽ എനിക്ക് അവനെ ഒരു ആശംസ അറിയിക്കാമായിരുന്നു. പക്ഷേ ആരാണ് അല്ലാഹുവിന്റെ അടുക്കൽ തടയപ്പെട്ടവൻ, എനിക്ക് അവന്റെ കാര്യത്തിൽ അനുശോചനം അറിയിക്കേണ്ടതുണ്ട് എന്നിങ്ങനെ അദ്ദേഹം ഈ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ പ്രിയമുള്ളവരെ പരിഗണിക്കപ്പെടുന്നത് അല്ലാഹു അത് പരിഗണിച്ചോ ഇല്ലേ എന്ന കാര്യത്തെ ഓർത്തുകൊണ്ടാണ് എന്നാണ് മഹാനവറുകൾ അതിലൂടെ സൂചിപ്പിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഈദ് ഖുതുബയിൽ അദ്ദേഹം ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നകും സുംതും ലില്ലാഹി 30 യൗമ, ജനങ്ങളെ, നിങ്ങൾ 30 ദിവസം നോമ്പെടുത്തവരാണ്. വഖുംതും 30 ലൈല, നിങ്ങൾ 30 രാത്രി നിന്ന് നമസ്കരിച്ചവരാണ്. വഖറജ്തുമുൽ യൗം, അതേ ഇന്നത്തെ ദിവസം നിങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ടു വന്നിരിക്കുന്നത് തത്ലുബൂന മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾ തേടുന്നവരായിക്കൊണ്ടാണ്. അൻ യതഖബ്ബല മിൻകും, നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി. അതെ, ആ സ്വീകാര്യതയുടെ കാര്യത്തിന് വേണ്ടിയാണ് മനമുരുകി ഇനി അങ്ങോട്ടുള്ള ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടത്. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചോ ഇല്ലേ എന്ന് നോക്കാൻ ചില മാനദണ്ഡങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു. മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ആരെങ്കിലും മനിസ്തഗ്ഫറ ബിലിസാനിഹി, തന്റെ നാവ് കൊണ്ട് ആരെങ്കിലും അല്ലാഹ് പൊറുക്കണേ എന്ന് പറഞ്ഞു, പക്ഷേ വഖൽബുഹു അലൽ മഅസിയത്തി മഅഖൂദ്, പാപങ്ങളിലേക്ക് വീണ്ടും മടങ്ങണമെന്നായിരുന്നു അവന്റെ മനസ്സ്. ഒരു മാസം കഴിഞ്ഞാൽ, ഇപ്പോൾ റമളാനാണ്, ഈ മാസം ഇങ്ങനെ പോകട്ടെ, ഈ മാസം കഴിഞ്ഞാൽ വീണ്ടും തന്റെ പഴയകാല ജീവിതത്തിലേക്ക് മടങ്ങാമെന്ന ധാരണയോടെയാണ് ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചതെങ്കിൽ ഫസൗമുഹു അലൈഹി മർദൂദ്, അവന്റെ നോമ്പ് തള്ളപ്പെട്ടത് തന്നെയാണ്. വബാബുൽ ഖബൂലി ഫീ വജ്ഹിഹി മസ്ദൂദ്, അവന്റെ നോമ്പ് സ്വീകരിക്കുകയില്ല, അതവന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന നിലക്ക് സ്വീകരിക്കാതെ അതിന്റെ വാതിൽ കൊട്ടിയടക്കപ്പെടുന്നതാണെന്ന് മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, നാം ആലോചിക്കുക, നമുക്ക് അല്ലാഹു നൽകിയ ഈ അസുലഭമായ അവസരം നമ്മളൊക്കെ സന്തോഷത്തോടെ ഇവിടെ വന്നു ചേർന്നത് ആ ഒരു പ്രത്യേകമായ പ്രാർത്ഥനയോടുകൂടിയാണ്. പടച്ചതമ്പുരാന് നമ്മൾ നിരന്തരമായി തഖ്വയോടുകൂടി ഒരു മാസക്കാലം കഴിച്ചുകൂട്ടിയത് എന്തിനു വേണ്ടിയാണ്? ഇന്നത്തെ ദിവസം മാത്രം അത് നിലനിർത്തുവാൻ വേണ്ടിയല്ല, വരും ഏതെങ്കിലും ദിവസങ്ങളിൽ മാത്രം നിലനിർത്തുവാനല്ല. മഹാനായ റബ്ബുൽ ആലമീൻ നമ്മോടൊരു ഉപമ പറയുന്നുണ്ട്. എന്താണ് റബ്ബുൽ ആലമീൻ പറയുന്നതിന്റെ ചുരുക്കം? ചരിത്രത്തിൽ കാണാം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആ പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിന്റെ തഫ്സീറിൽ വലാ തകൂനൂ കല്ലതീ നഖലത് ഗസ്ലഹാ എന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള പരമപ്രധാനമായ ഒരു സത്യമുണ്ട്. മക്കയിൽ ഒരു ഭ്രാന്തി പെണ്ണുണ്ടായിരുന്നു, തലക്ക് സുഖമില്ലാത്ത ഭ്രാന്തുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു അത്രേ മക്കയിൽ. ആ പെണ്ണിനൊരു തൊഴിലുണ്ടായിരുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ കയറ് പിരിക്കലായിരുന്നു. നൂല് പിരിച്ച് ഭദ്രമാക്കി 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 നല്ല ഒരു കയറായി കഴിഞ്ഞാൽ അതിന്റെ തലക്കലൊരു കെട്ടിട്ടാലല്ലേ അത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതിന് തയ്യാറാകാതെ അവസാന സമയം ആ പെണ്ണ് അതിന്റെ പിരിയങ്ങഴിച്ചു കളയും. ഇതുവരെ എടുത്ത പണിയെല്ലാം ബാത്തിലാക്കി കളയുന്ന ഒരു ഭ്രാന്തി പെണ്ണുണ്ടായിരുന്നു മക്കയിൽ. സമാനമായ സ്വഭാവമുള്ള കഥകൾ നമ്മുടെ നാടുകളിലും കേൾക്കാറുണ്ട്. ഭാരമുള്ള പാറക്കല്ലുകൾ ഉന്തി ഉന്തി മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നീട് അത് പെട്ടെന്ന് താഴത്തേക്കിട്ട് കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു ഭ്രാന്തനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പരിശുദ്ധ
ഖുർആൻ പറയുന്നത്, അതെ, മക്കയിലുണ്ടായിരുന്ന ഈ ഭ്രാന്തി പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത്. വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ. ശക്തമായ നിലക്ക് കയറി പിരിച്ചതിന്റെ ശേഷം അതിന്റെ ഇഴകളെ പിടിച്ചു പുറത്തേക്ക് വിട്ട്, അതെ, അത് ശരിയായ നിലക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു കയറാക്കി മാറ്റാതെ, ബലിഷ്ഠമായ ഒരു കയറാക്കി നിലനിർത്താതെ അതിനെ തള്ളിവിട്ട പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത്. എടുത്ത പണി ബാത്തിലാക്കരുതെന്നാണ് റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, നാം ഒരു മാസക്കാലം നിരന്തരമായ അധ്വാനത്തിലായിരുന്നു. നോമ്പെടുത്തത് എന്തിനാണ്? ഞാനും നിങ്ങളും ഖുർആൻ ഖത്തം തീർത്തത് എന്തിനാണ്? ഞാനും നിങ്ങളും പള്ളികളിൽ ജമാഅത്തിനെത്തിയത് എന്തിനാണ്? ഞാനും നിങ്ങളും അതേ സുദീർഘമായ രാത്രി നമസ്കാരങ്ങളിൽ 11 റക്അത്ത് സുദീർഘമായി കൊണ്ട് നമ്മൾ നമസ്കരിച്ചത് എന്തിനാണ്? ദിക്റുകൾ ചൊല്ലിയത് എന്തിനാണ്? സക്കാത്തുൽ ഫിത്ർ നൽകിയത് എന്തിനാണ്? നിർബന്ധമായ സക്കാത്ത് നൽകിയത് എന്തിനാണ്? ഏത് കർമ്മങ്ങളും സഹോദരാ സഹോദരി നാം നൽകിയത് എന്തിനാണ്? എനിക്ക് തഖ്വയുണ്ടാകണം. തഖ്വയുണ്ടാകാൻ വേണ്ടിയായിരുന്നു നോമ്പ്. ലഅല്ലക്കും തത്തഖൂൻ എന്നാണല്ലോ അല്ലാഹു തആല പറഞ്ഞത്. നിങ്ങൾ മുത്തഖികളായി മാറാൻ വേണ്ടിയാണ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഈ തഖ്വക്കുള്ള പ്രവർത്തനങ്ങളുടെ ഓരോ കല്ലുകൾ അടുക്കി വെച്ച് തഖ്വയാകുന്ന മണിമാളിക പണിഞ്ഞവരാണ് ഞാനും നിങ്ങളും. അതിന് ഓരോ കല്ലുകൾ വെച്ചു. ജമാഅത്ത് നിസ്കാരത്തിന് പോയി, സുന്നത്തുകൾ നിസ്കരിച്ചു, ഖുർആൻ ഓതി, ദാനധർമ്മങ്ങൾ നടത്തി, നോമ്പെടുത്തു, ഓരോ കർമ്മങ്ങൾ ചെയ്തു. എന്തിനു വേണ്ടി? തഖ്വയാകുന്ന മണിമാളിക കെട്ടിപ്പടുക്കാൻ. എന്നാൽ അത് നിഷ്പ്രയാസം തകരാൻ സമയം അധികം വേണ്ടതില്ല. ഏതും നിർമ്മിക്കാനാണ് സമയം വേണ്ടത്. ഒരു 100 നിലകളുള്ള ബിൽഡിംഗ് അത് കെട്ടിപ്പടുക്കാൻ എത്ര മനുഷ്യന്റെ പവർ വേണം, എത്ര സാമ്പത്തികമായ ശേഷി വേണം, എത്ര സമയവും അധ്വാനവും ആൾബലവും വേണം. എന്നാൽ ഒരു റിമോട്ട് ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നിമിഷനേരം കൊണ്ട് തകർക്കാൻ ഏത് ബിൽഡിങ്ങുകളെയും സാധിക്കുമെന്ന് നമുക്കറിയാം. നമ്മളത് മനസ്സിലാക്കിയവരാണ്, അറിഞ്ഞവരാണ്. അതേ, എത്ര നിലകളുള്ള ബിൽഡിങ്ങുകളും തകർക്കാൻ എളുപ്പമാണ്. ഇതുപോലെ പ്രിയമുള്ളവരെ, ഒരു മാസം കൊണ്ട് നമ്മൾ നേടിയെടുത്ത തഖ്വയാകുന്ന നമ്മുടെ മണിമാളിക ഇന്നത്തെ ഒരു ദിവസം കൊണ്ട്, അതല്ലെങ്കിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തകർന്നു പോകുവാൻ എളുപ്പമാണ്, തകരാൻ എളുപ്പമാണ്. അത് വളരെ പിച്ചി കീറപ്പെടുവാൻ എളുപ്പമാണ്. ഇത് വളരെ കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മുടെ കർമ്മം സ്വീകരിച്ചോ, നമ്മുടെ നോമ്പും നിസ്കാരവും സ്വീകരിച്ചോ ഇല്ലേ, തീരുമാനിക്കുന്നത് ഇന്ന് മുതൽക്കുള്ള ദിവസങ്ങൾ നോക്കിയിട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയെന്ന് നോക്കിയിട്ടാണ്. സൽക്കർമ്മങ്ങൾ വീണ്ടും തുടരാൻ അവസരം ലഭിക്കുന്നുവെങ്കിൽ നമുക്ക് സമാധാനിക്കാം, അല്ലാഹു എൻ്റെത് സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അതേ അവസരത്തിൽ സൽക്കർമ്മങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു ജീവിതമാണെങ്കിലോ, ദുഷ്കർമ്മങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു ജീവിതമാണെങ്കിലോ, പ്രിയമുള്ളവരെ, ഒരിക്കലും നമുക്ക് സമാധാനിക്കുവാനുള്ള വകയില്ല. നാം കൃത്യമായി എങ്ങനെയാണ് നാം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞതെങ്കിൽ അതേപോലെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ തയ്യാറാകണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, നിശ്ചയമായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പ്രഖ്യാപിച്ചവർ, സുമ്മ ഇസ്തഖാമൂ, പിന്നീട് അതിനനുസരിച്ച് നേരെ ചൊവ്വേ ജീവിതം ജീവിച്ചവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗാവകാശികളാകുന്നു, അവർ സ്വർഗത്തിന്റെ ആളുകളാകുന്നു. ഖാലിദീന ഫീഹാ, അതിലവർ നിത്യവാസികളായിരിക്കും. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം എന്ന നിലക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് സ്വീകരിച്ചോ ഇല്ലേ എന്നറിയാനുള്ള മാനദണ്ഡമാണ് പറയുന്നത്. തുടർന്നങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. തുടർന്നുള്ള ജീവിതത്തിൽ എന്താണ് നമ്മുടെ നിലപാടെന്നാണ് നോക്കുന്നത്. പരിശുദ്ധമായ റമളാനിൽ മാത്രം തഖ്വയുള്ളവരാവുക എന്നതല്ല മുത്തഖീങ്ങളുടെ സ്വഭാവമായി അല്ലാഹു പറഞ്ഞത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടില്ലേ, സത്യവിശ്വാസികളായ ആളുകളുടെ ഗുണങ്ങൾ പറഞ്ഞിട്ടില്ലേ. അവരവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നവരാണ്. റമളാനിൽ എന്നല്ല, ശവ്വാലിൽ എന്നല്ല, ഏത് കാലത്താണെങ്കിലും എല്ലാവിധത്തിലുള്ള അനാവശ്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട്
തഖ്വയോടുകൂടി ജീവിക്കുന്നവരാകുന്നു സത്യവിശ്വാസികൾ എന്ന് ഖുർആൻ പറയുന്നു. അവരുടെ ലൈംഗികാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ലൈംഗികാവയവത്തെ, കണ്ണിനെ, കാതിനെ, നാവിനെയൊക്കെ നിയന്ത്രിക്കൽ റമളാനിൽ മാത്രം നിയന്ത്രിക്കുന്നവരാണ് എന്നല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാ കാലത്തും അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ ഏതെങ്കിലും ഒരു മാസത്തേക്ക് പരിമിതമല്ല. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളെയും നമുക്ക് കാണാം, ജനങ്ങളിൽ പലരെയും നമുക്ക് കാണാം. അവരൊരു സീസണൽ ഭക്തിയുടെ ആളുകളാണ്. ഭക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സീസണിൽ ഉണ്ടാകേണ്ടതല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തുമ്പോൾ ഉണ്ടാകേണ്ടതല്ല. പള്ളിയിലും പുറത്തും ഭക്തി വേണം, റമളാനിലും പുറത്തും ഭക്തി വേണം. ഏതെങ്കിലും മാസത്തിലല്ല, ഏതെങ്കിലും സമയത്തിലല്ല. എന്നാൽ റമളാനിലെ പോലെയുള്ള ഒരു ഭക്തിയും ആവേശവും ഇബാദത്ത് ചെയ്യുവാനുള്ള താല്പര്യവും എല്ലാ കാലവും നിലനിർത്താൻ നമുക്ക് സാധിക്കില്ല, ഉറപ്പാണ്. എന്നാലും പ്രിയമുള്ളവരെ, റമളാൻ കഴിഞ്ഞു വരുന്ന സമയങ്ങളിൽ ആ മാസത്തിൽ നമ്മൾ നിർവഹിച്ചിട്ടുള്ള ഇബാദത്തുകളൊക്കെയും അല്പമെങ്കിലും നിലനിർത്തുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതെ, നോമ്പാണല്ലോ ഒരു മാസക്കാലം അനുഷ്ഠിച്ചത്. സുന്നത്ത് നോമ്പുകൾ നമുക്ക് പിറകെ വരുന്നു. നാളെ മുതൽ തുടർച്ചയായ 6 ദിവസം, അതല്ലെങ്കിൽ ഈ ശവ്വാലിൽ തീരുന്നതിന്റെ മുമ്പ് ഏതെങ്കിലും 6 ദിവസം, പ്രിയമുള്ള സഹോദര സഹോദരി, മൻ സ്വാമ റമളാന സുമ്മ തുബാഹു സിത്തം മിൻ ശവ്വാലിൻ കാന കസിയാമിദ് ദഹർ. ആരെങ്കിലും പരിശുദ്ധ റമളാനിലെ നോമ്പനുഷ്ഠിക്കുകയും പിന്നീട് അതിനെ തുടർന്നുകൊണ്ട് 6 ദിവസം ശവ്വാലിൽ നിന്ന് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ അവൻ കൊല്ലം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്, ഇത്ര വലിയ ഓഫർ എവിടെയാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്? ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുത്ത പുണ്യം അതെങ്ങനെയാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. 30 ദിവസത്തെ റമളാനിന്റെ നോമ്പ് 300 ദിവസത്തിന് തുല്യം. ഒരു നന്മയ്ക്ക് 10 ഇരട്ടി പ്രതിഫലമാണ്. ഒരു ദിവസത്തിന് 10 ദിവസത്തിന്റെ പുണ്യം. 30 ദിവസം നോമ്പെടുത്തതിന് 300 ദിവസത്തെ പുണ്യം. ബാക്കി വരുന്ന ഈ 6 ദിവസം നോമ്പെടുക്കുന്നത് അതെ, ബാക്കിയുള്ള 60 ദിവസത്തിന് തുല്യം. അങ്ങനെ 360 ദിവസവും ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുത്തതിന്റെ തുല്യമാണ് ഈ ശവ്വാൽ തീരുന്നതിന്റെ മുമ്പ് 6 നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളോട് ഉണർത്തുകയാണ്. നോമ്പ് ഖളാ ഉള്ള സ്ത്രീകളോ പുരുഷന്മാരോ ഉണ്ടെങ്കിൽ അവരാ നോമ്പ് ആദ്യം നോറ്റുവീട്ടിയതിന്റെ ശേഷം ഈ ശവ്വാൽ തീരുന്നതിന്റെ മുമ്പ് തന്നെ നോറ്റുവീട്ടി ഈ ശവ്വാലിൽ തന്നെ 6 നോമ്പ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല, ഞാൻ പിന്നീട് നോറ്റുവീട്ടാനാണ് ഉദ്ദേശിക്കുന്നത്, ആദ്യം ഇപ്പോൾ ഈ 6 നോമ്പ് സുന്നത്തെടുക്കട്ടെ എന്ന നിലക്ക് ചെയ്യുകയാണെങ്കിലും വിരോധമില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. എന്തായിരുന്നാലും 6 നോമ്പിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുപോലെ സഹോദരന്മാരെ, ജമാഅത്തിന് കൃത്യമായി നമ്മൾ എത്തിയവരാണ്. ഇന്ന് വരെ സുബഹിക്ക് പള്ളികൾ ഫുള്ളായിരുന്നു, നാളെയും അത് തുടരണം. നാം ജമാഅത്തുകൾ നഷ്ടപ്പെടുത്തരുത്. നമുക്ക് എല്ലാ കാലത്തുമുള്ളതാണ് ജമാഅത്തിന് ഏറ്റവും പരമപ്രധാനമായ ശ്രേഷ്ഠമായ കർമ്മത്തിന് എത്തിച്ചേരൽ. റമളാൻ കഴിഞ്ഞില്ലേ, ഇനി പള്ളികളൊക്കെ കാലിയാകും. പല പണ്ഡിതന്മാരും കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. പള്ളിയോട് സംസാരിക്കുന്നത് പോലെ, ഓ മസ്ജിദുകളെ, നിങ്ങളുടെ കാര്യം എത്ര കഷ്ടമാണ്. അതേ, പള്ളികളിൽ ലൈറ്റുകൾ അണയാൻ പോകുന്നു, മിഹ്റാബുകളിൽ നിന്ന് ശബ്ദങ്ങൾ കുറഞ്ഞു വരുന്നു, ജനത്തിരക്കുകൾ കുറയുന്നു, പള്ളികൾ പലതും വിജനമാകുന്നു. എന്തൊരു ദുര്യോഗമാണിതെന്ന് പല കവികളും അവരുടെ കവിതാ ശകലങ്ങളിലൂടെ വിലപിക്കുന്നുണ്ട്. ആ ഒരവസ്ഥയിലല്ലേ നമ്മൾ ഇന്നുള്ളത്. അതെ, നാളെ മുതൽക്ക് ഇന്ന് വരെ സുബഹി ജമാഅത്തിന് പങ്കെടുത്ത നമ്മിൽ പലരും നാളെ മുതൽ സുബഹിയിൽ പോകുന്നില്ലെങ്കിൽ നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെട്ടിട്ടില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുവരെ ഉണ്ടായിരുന്ന ആവേശം ഇബാദത്തുകളിൽ നിലനിർത്തുവാൻ നമുക്ക് സാധ്യമായാലേ പ്രിയമുള്ളവരെ നമ്മുടെ കർമ്മം സഫലമായി തീരുകയുള്ളൂ. ഏതെങ്കിലും ഒരു കാലത്ത് നീ അല്ലാഹുവിനെ ആരാധിക്കുക എന്നല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നീ നിന്റെ റബ്ബിനെ ആരാധിച്ചോ, നിനക്ക് മരണം വരുന്നത് വരെ ഇബാദത്ത് ചെയ്യുവാനുള്ളവരാണ് നമ്മൾ. മരണം വരെ ഇബാദത്ത് ചെയ്യണം. സൂക്ഷ്മത ജീവിതത്തിൽ എപ്പോഴും വേണം. റമളാനിൽ എന്നെ കണ്ടിരുന്ന റബ്ബ് തന്നെയാണ് ശവ്വാലിലും എന്നെ നോക്കുന്നത്. റമളാനിൽ എൻ്റെ കൂടെ എന്നെ നോക്കിയിരുന്ന, എൻ്റെ കാര്യങ്ങൾ കാണുന്ന കേൾക്കുന്ന റബ്ബ് തന്നെയാണ് വരുന്ന കാലങ്ങളിലൊക്കെയും എൻ്റെ കൂടെയുള്ളത്. ആ ബോധം നമുക്കുണ്ടാകണം. നമ്മുടെയൊക്കെ വീടുകളിൽ ഓഫ് ചെയ്തിരുന്ന TV റമളാൻ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞാൽ
തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അത് ഓണാക്കാൻ ആർക്കെങ്കിലും നിയ്യത്തുണ്ടെങ്കിൽ, അതേ അശ്ലീലതകളിലേക്ക് കണ്ണയക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, കാതയക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഇല്ല സഹോദര, നമ്മുടെ കഷ്ടപ്പാടുകൾ വെറുതെയായി മാറി. പരിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് നമ്മൾ കരഞ്ഞ കണ്ണുകളാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ട് കരഞ്ഞ കണ്ണുകളാണ്. ഈ കണ്ണുകൾ ഇനി തുണിയില്ലാതെ ആടുന്ന പെണ്ണിനെ നോക്കി രസിക്കുന്ന കണ്ണുകളാകരുത്. മഹാന്മാരായ ഉലമാക്കളിൽ നിന്ന്, അതുപോലെ തന്നെ സ്വന്തം നാവിൽ നിന്നുമൊക്കെ പരിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് കാതുകൾക്ക് ഇമ്പം കേട്ടവരാണ് ഞാനും നിങ്ങളും. ഈ കാതുകളിലൂടെ ഹറാമായ സംഗീതത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഒരിക്കലും ഈ കാതുകളെ വൃത്തികേടാക്കരുത് പ്രിയമുള്ളവരെ. കുളിച്ച് ശുദ്ധിയായി പുതുവസ്ത്രം അണിഞ്ഞുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ, ഇവിടേക്ക് വരുന്ന വഴിക്ക് എവിടെ വെച്ചെങ്കിലും ശരീരത്തിലേക്ക് ഒരു ചെളി തെറിച്ചാൽ നമുക്ക് എത്ര വിഷമം തോന്നും. കാരണം ഇത്ര വൃത്തിയായി ഭംഗിയായി കുളിച്ച് ഉടുത്തൊരുങ്ങി വരുന്ന എൻ്റെ ശരീരത്തിലേക്ക്, വസ്ത്രത്തിലേക്ക് ഒരു ചെളി തെറിക്കുന്നത് പോലും അത് ആളുകൾ കാണാതിരിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ കഴുകി വൃത്തിയാക്കും, എന്നിട്ടേ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അതെ, ഒരു മാസക്കാലം ഞാനും നിങ്ങളും വൃത്തിയായവരാണ്. ഹൃദയത്തിനേറ്റിട്ടുള്ള പാപത്തിന്റെ കറകളെ കരഞ്ഞ് നാഥാ പൊറുക്കണേ എന്ന് കരഞ്ഞ് കണ്ണുകളോടെ പ്രാർത്ഥിച്ചവരാണ്. കാലുകളിൽ നിന്ന് കഷ്ടപ്പെട്ടവരാണ്, ഉറക്കമൊഴിച്ചവരാണ്. എന്തിനു വേണ്ടി? അല്ലാഹുവേ, എനിക്ക് തഖ്വയുണ്ടാകണം. ആ ധാരണ ഇനിയും നമ്മുടെ ജീവിതത്തിൽ വേണം. നോമ്പ് കഴിഞ്ഞു, പെരുന്നാൾ വന്നു, ഇനി നമുക്കതാ ഫ്രീഡം കിട്ടിയിരിക്കുന്നു എന്ന ചിന്താഗതിയാണ് പലർക്കുമുള്ളത്. മദ്യം രുചി നോക്കുന്ന ദിവസമാണ് പല ആളുകളും പറയുന്നതിൽ വളരെ സങ്കടമുണ്ട്. മുസ്ലിം പേരുള്ളവർ പോലും ഇന്നത്തെ ദിവസം കുടിച്ചു കൂത്താടും. വേശ്യാലയങ്ങളിൽ പോകുന്നവരുണ്ട്. അവനവന്റെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെയും വൃത്തികേടുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സഹോദരന്മാരുണ്ട്. അതെ, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ മറന്നു കളയുന്ന എത്രയോ ആളുകളുണ്ടാകും. പ്രിയ സഹോദര, ഒരിക്കലും അതിലേക്ക് പോകരുത്. സഹോദരിമാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുതുബയിൽ, ഈദ് ഖുതുബയിൽ സ്ത്രീകളോട് പ്രത്യേകം ചില കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളാണ് നരകാഗ്നിയിൽ കൂടുതലുള്ളത് എന്ന്. എന്താണ് കാരണം? നന്ദികേടിന്റെ വക്താക്കളായി മാറുന്നത് കൊണ്ടാണെന്ന്. അള്ളാഹു നൽകിയ സൗന്ദര്യം അത് തനിക്ക് അനുവദിച്ച തന്റെ ഭർത്താവിന്റെ മുമ്പിൽ മാത്രം പ്രദർശിപ്പിക്കുവാനുള്ളതാണ്. ആ സൗന്ദര്യം, തന്റെ ശരീരത്തിന്റെ അഴക് മറ്റുള്ള പുരുഷന്മാരുടെ കണ്ണുകൾക്ക് കൊത്തിവലിക്കാൻ ഇടയാകുന്ന നിലക്കുള്ള ആ രൂപത്തിലുള്ള ടൈറ്റ് ഫിറ്റ് വസ്ത്രങ്ങൾ ധരിച്ച് ചെകുത്താനെ മാത്രം സന്തോഷിപ്പിക്കുന്ന നിലക്കുള്ള വേഷവിധാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, പെരുന്നാളല്ലേ, അടിച്ചു പൊളിക്കേണ്ട ദിവസമല്ലേ, പാർക്കുകളിലേക്ക്, റോഡുകളിലേക്ക്, പാർക്കുകളിലേക്ക്, ഉദ്യാനങ്ങളിലേക്ക്, കടലോരങ്ങളിലേക്ക്, മാളുകളിലേക്ക്, ഷോപ്പിംഗ് സെന്ററുകളിലേക്ക്, അതേ പലവിധ സ്ഥലങ്ങളിലേക്ക് ഈ ചെകുത്താനെ സന്തോഷിപ്പിക്കുന്ന വേഷം ധരിച്ചുകൊണ്ട് പ്രിയ സഹോദരി നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ, എന്തിന് നിങ്ങൾ നോമ്പെടുത്തു? എന്തിന് നിങ്ങൾ നമസ്കരിച്ചു? എന്തിന് നിങ്ങൾ ഖുർആൻ ഓതി? എന്തിന് നിങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുത്തു? എന്തിന് നിങ്ങൾ ആഭരണത്തിന്റെ സക്കാത്ത് കൊടുത്തു? അതെ, എനിക്ക് ശുദ്ധിയാവണം, ആ ബോധമുണ്ടാകണം. ജീവിതം മുഴുവൻ അത് വേണം. എപ്പോഴും നിങ്ങൾ കൂനു റബ്ബാനിയീൻ, ഒരു പണ്ഡിതൻ പറയുന്നു, നിങ്ങൾ റബ്ബിന്റെ ആളുകളാകണം. റബ്ബ് എപ്പോഴും നമ്മെ കാണുന്നുണ്ട്. ലാ റമദാനിയീൻ, നിങ്ങൾ റമദാനികളാവരുത്, റമദാൻ സ്പെഷ്യലിന്റെ ആളുകളാകരുത്. റമദാനിൽ മാത്രം പടച്ചവനെ പേടി, റമദാൻ കഴിഞ്ഞാൽ എല്ലാം മറക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. പ്രിയമുള്ളവരെ, നമ്മെ ചതിക്കുവാൻ വേണ്ടി ഇബ്ലീസ് അതിന്റെ സർവശക്തിയോടുകൂടി അഴിഞ്ഞമാടുന്ന ദിവസമാണ്. ഇത്രയും ദിവസം കൂച്ചുവിലങ്ങിടപ്പെട്ട വലിയ വലിയ ശൈത്താന്മാരെല്ലാം ചങ്ങലകളിൽ നിന്ന് ഭദ്രമായ നിലക്ക് കൂട്ടിയിടപ്പെട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് മോചിതരാകുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. അവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ സർവതന്ത്ര സ്വതന്ത്രമായി ശൈത്താൻ വിഹരിക്കും. വേണ്ട രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഇന്റർനെറ്റുകളിൽ ഉണ്ടാകും, അതേ ചാനലുകളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഗാനമേളകൾ ഉണ്ടാകും, ഈദ് നൈറ്റുകൾ ഉണ്ടാകും, നിശാ ക്ലബ്ബുകൾ ഉണ്ടാകും. താരങ്ങൾ അവിടെ ആടും, പെണ്ണുങ്ങൾ അവിടെ പാടും, കുടിച്ചു കൂത്താടും. എല്ലാവിധത്തിലുള്ള അസഭ്യങ്ങളും അശ്ലീലതകളും നിറഞ്ഞു കൂത്താടുന്ന ഒരു സമയമാണ്. പ്രിയമുള്ളവരെ, ഓർക്കുക, ഞാൻ അതിലേക്കില്ല. അതേ, പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞ, അവന്റെ മുമ്പിൽ നിന്ന് കാലുകൾ വേദനിച്ച ഈ കാലുകൾ കൊണ്ട് ഒരു സദസ്സിലേക്കും ഞാനില്ല. ഞാൻ ഇന്ന് മുഴക്കിയ തക്ബീറിന് വിരുദ്ധമായി ഞാനൊന്നും ചെയ്യില്ല.
എന്താ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഈ സമയം വരെ പറഞ്ഞതെന്താണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹയാണ് എനിക്ക് ഏറ്റവും വലുത്. ഈ തക്ബീറിനോട് കൂറുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലുത് അല്ലാഹയായിരിക്കണം. എല്ലാവരേക്കാളും നമുക്ക് വലുത് അല്ലാഹയായിരിക്കണം. അവനോടെ പ്രാർത്ഥിക്കാവൂ, അവന് വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ, അവന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ, അവന്റെ പേരിൽ മാത്രമേ ബലിയർപ്പണം നടത്താവൂ, അവന്റെ പേരിൽ മാത്രമേ വഴിപാട് നേരാവൂ, അവന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ. ഖബറുകളിൽ അടക്കം ചെയ്യപ്പെട്ടവരോട് വിളിച്ചു തേടുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്. ഖബറുകളിൽ പോയി വിളക്ക് കൊളുത്തുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. ഖബറുകളുടെ മേൽ പോയി ജാറം മൂടുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. അങ്ങോട്ട് നേർച്ച വഴിപാടുകൾ കാര്യസാധ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന രൂപത്തിലുള്ള എത്രയോ സഹോദരീ സഹോദരങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹ് ാണ് നാം, തഖ്വയുള്ളവരാണ്. തഖ്വയുടെ ഏറ്റവും മേലേക്കടയുടെ പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹയാണ് എനിക്ക് ഏറ്റവും വലുത്. എനിക്ക് എൻ്റെ സമ്പത്ത് വലുതല്ല, എൻ്റെ മാതാപിതാക്കളെക്കാൾ വലുത് അല്ലാഹയാണ്, എൻ്റെ ഭാര്യയേക്കാൾ വലുത് അല്ലാഹയാണ്, ഭർത്താവിനേക്കാൾ വലുത് അല്ലാഹയാണ്, ലോകത്തുള്ള എല്ലാവരേക്കാളും വലുത് അല്ലാഹയാണ്. കാരണം അവരാര് പറഞ്ഞതിനേക്കാളും എനിക്കപ്പുറം ഞാൻ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അനുസരിക്കേണ്ടത് എൻ്റെ റബ്ബിനെ ആയിരിക്കണം എന്ന തക്ബീർ ധ്വനിയാണ് ഇതുവരെയും നാം മുഴക്കിയത്. വലില്ലാഹിൽ ഹംദ് എന്ന് നമ്മൾ പറഞ്ഞു. നോമ്പെടുക്കാൻ സൗഭാഗ്യം സിദ്ധിച്ചതിന്, അവസരം തന്നതിന് പടച്ച തമ്പുരാനോട് നമ്മൾ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടേയിരുന്നവരാണ്. അത് അർത്ഥവത്തായ നിലക്കായി തന്നെ മാറണം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അതിന് വിരുദ്ധമായതുണ്ടാവരുത്. ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ, ഈ നോമ്പിന്റെ ചൈതന്യത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകരുത്, പ്രവർത്തനത്തിലുണ്ടാകരുത്. അതുപോലെ പ്രിയമുള്ളവരെ, ഇന്ന് സ്നേഹത്തിന്റെ പെരുന്നാളാണ്. സ്നേഹമാണ് ഏറ്റവും വലുത്, ഐക്യമാണ് വലുത്. പരസ്പരം നമ്മൾ ഈ ദിവസം മുസാഫഹത്ത് ചെയ്യുന്നു, വളരെ സന്തോഷത്തോടെ ചിരിക്കുന്നു. എന്തൊരു സന്തോഷമാണ് എല്ലാവരുടെയും മുഖങ്ങളിൽ. ഇതൊരിക്കലും കാപട്യമായി മാറരുത്. മനസ്സിൽ വൈരവും പകയും വിദ്വേഷവും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ബാഹ്യമായ നിലക്കുള്ള കെട്ടിപ്പിടിക്കലുകളും ബാഹ്യമായ നിലക്കുള്ള കൈകൊടുക്കലുകളും മാത്രമായി നമ്മുടെ സ്നേഹം മതപ്പതിക്കരുത്. നമുക്കാരോടും വിദ്വേഷമില്ല, നമുക്കാരോടും വെറുപ്പില്ല. നമുക്ക് സത്യത്തോടെ സ്നേഹമുള്ളൂ, ആദർശത്തോടെ സ്നേഹമുള്ളൂ. ആദർശ വിരോധികളോട് മാത്രമേ ആദർശ വിരോധം എന്ന കാരണത്താൽ വെറുപ്പുള്ളൂ. എല്ലാവരും സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടെ കഴിയേണ്ടുന്നവരാണ്. നമ്മോടിങ്ങോട്ട് ദ്രോഹം നടത്തിയവരോട് പോലും മാപ്പ് കൊടുക്കേണ്ട ദിവസമാണ് പ്രിയമുള്ളവരെ. ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ചവരോട് പോലും ബന്ധം ചേർക്കേണ്ട ദിവസമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ നാടുകളിലും കുടുംബങ്ങളിലും ബന്ധുക്കളിലുമൊക്കെ നമ്മോടകന്ന് കഴിയുന്ന വല്ലവരുമുണ്ടെങ്കിൽ നിസ്സംശയം അവരെ അങ്ങോട്ട് വിളിച്ച് സലാം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം. സലാം കൊണ്ട് ആദ്യം തുടങ്ങുന്നവൻ ആരാണോ അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പിണങ്ങിക്കഴിയുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു വിദ്വേഷവും ഒരു പകയും ഇന്നത്തെ ദിവസം നമ്മുടെ മനസ്സിൽ ബാക്കിയാവരുത്. ഒരിക്കലും നമ്മുടെ മനസ്സിൽ അതുണ്ടാകരുത്. നാമൊക്കെ മുസ്ലിമീങ്ങളാണ്, സഹോദരങ്ങളാണ്. ഒരു നിലക്കും നാം ആരെയും ചീത്ത പറയേണ്ടതില്ല. വ്യക്തിപരമായ നിലക്ക് ആരെയും ദുഷിച്ചു പറയരുത്. നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം, കണ്ണിനെയും കാതിനെയും ഒക്കെ നാം റമദാനിൽ നിയന്ത്രിച്ചതുപോലെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇമെയിലുകളിലൂടെയൊക്കെ ഇപ്പോൾ നാവ് കൊണ്ട് പറയുന്നതിനേക്കാൾ അപ്പുറമുള്ള അപകടങ്ങൾ ഇമെയിലുകളിലൂടെ പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരാളെയും ദുഷിച്ചുകൊണ്ട്, വ്യക്തിപരമായ നിലക്കൊരാളെയും ദുഷിച്ചുകൊണ്ട് നമ്മുടെ പരലോകത്ത് നമ്മുടെ അമലുകളെ നഷ്ടപ്പെടുത്തി കളയുന്ന, നാം നമസ്കരിച്ച നമസ്കാരത്തിന്റെ, നോമ്പിന്റെ, സക്കാത്തിന്റെ, ഹജ്ജിന്റെ പ്രതിഫലത്തെ മുഴുവൻ ആ സഹോദരന് എടുത്തു കൊടുക്കേണ്ടി വരുന്ന, എന്നിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ വട്ടപൂജ്യമായി നരകത്തിയിലേക്ക് തള്ളപ്പെടുന്ന ഒരു ദുരന്തത്തിന് പ്രിയ സഹോദര സഹോദരി, ഞാനും നിങ്ങളും ഒരിക്കലും നിന്നുകൊടുക്കരുത്. നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് തന്നെ വേണം, അത് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ളതല്ല. നമുക്ക് തന്നെ വേണം നാം ചെയ്ത അധ്വാനത്തിന്റെ ഫലം. അതുകൊണ്ട് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടുകൂടി മാതാപിതാക്കളോടായാലും ജ്യേഷ്ഠാനുജന്മാരോടായിരുന്നാലും ബന്ധുമിത്രാദികളോടായിരുന്നാലും നമ്മുടെ സ്നേഹം കൂടുതൽ കൂടുതൽ പുതുക്കുക. നമ്മൾ പരസ്പരം ആശംസകൾ കൈമാറുന്നത് പോലും എന്താണ്? അല്ലാഹുവേ സ്വീകരിക്കണേ എന്നാണ്. പരസ്പരം ആശംസിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈദ് മുബാറക് എന്ന് പറയലല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാര് പരസ്പരം കണ്ടുമുട്ടി
ഏറ്റുമുട്ടുമ്പോൾ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതുതന്നെയും ഒരാളോട് അങ്ങോട്ട് ആരംഭിച്ചിരുന്നില്ല എന്നാണ് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയൊക്കെ. ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറയും. അതല്ലാത്ത മറ്റുള്ള ആശംസാ രീതികൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തിന് പരിചയമില്ല എന്നുകൂടി ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ എത്രയോ ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ചില അനാഥ മക്കൾ കയറി വരണം, ചില അഗതികൾ കയറി വരണം. അതേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളൊക്കെ ഇന്ന് ഇത്ര സന്തോഷത്തോടുകൂടെയാണ് ഈ ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്നാൽ നമ്മെപ്പോലെയുള്ള നമ്മുടെ സഹോദരങ്ങൾ സിറിയ അവസ്ഥ എന്താണ്? ബർമ്മയിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? ഫലസ്തീനിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? ചീറിപ്പായുന്ന ടാങ്കുകളുടെയും വെടിയൊച്ചകൾക്കും നടുവിലാണ് അവരിന്ന് ഈദ് ആഘോഷിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഒരുപാട് കുട്ടികൾ സിറിയയിലും ബർമ്മയിലും നമ്മുടെ സഹോദരങ്ങളുടെ മക്കൾ അനാഥകളായിരിക്കുന്നു. അവർക്ക് ഇന്നത്തെ പെരുന്നാളിന്റെ ദിവസം ഉടുപ്പെടുത്തു കൊടുക്കാൻ ബാപ്പയില്ല, തലോടാൻ ബാപ്പയില്ല, മോനെ ഈദി പൈസ ഇതാ എന്ന് പറഞ്ഞു കൊടുക്കാൻ ബാപ്പയില്ല, മോന് മുത്തം പകരാൻ ബാപ്പയില്ല. ഒരുപാട് ഭർത്താക്കൾ മരിച്ച വിധവകളുണ്ട്, അവരുടെ ഭർത്താക്കന്മാര് ഖബറിലാണ്. അതേ നിഷ്ഠൂരമായ നിലക്കുള്ള സിറിയയിലെ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ കാരണത്താൽ അവിടെയുള്ള സഹോദരങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ കുറിച്ച് നമുക്ക് എന്തേ ചെയ്യാൻ കഴിയും? അള്ളാഹുവിനോട് അവരെ സഹായിക്കാൻ വേണ്ടി നിരന്തരമായി ഈ ദിവസത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ബർമ്മയിലുള്ള മുസ്ലിമീങ്ങൾ അവിടെയുള്ള മറ്റുള്ള മോശപ്പെട്ട രൂപത്തിലുള്ള ആളുകളിൽ നിന്ന് വളരെയേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. നരനായാട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ക്രൂരമായ പീഡനങ്ങളാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ മറക്കരുത്. നാം നമ്മുടെ മുമ്പിലില്ലാത്ത സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും അല്ലാഹു ഐശ്വര്യം തരട്ടെ എന്ന് ആ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ശുഭോദർക്കമായ ഒരു കാര്യമുണ്ട്. ഈ റമദാൻ അവസാനത്തിൽ മക്കയിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു ഉച്ചകോടി നടക്കുകയുണ്ടായി. ആ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടി മക്കയിലെ അബ്ദുള്ള രാജാവ് വിളിച്ചു ചേർത്ത ആ അറബ് ഉച്ചകോടിയിൽ അവിടെ പങ്കെടുത്ത മുഴുവൻ രാജ്യങ്ങളും സിറിയക്കെതിരെ ശക്തമായ പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. ബർമ്മൻ ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. അതേ, ഇരകൾക്കെതിരെയുള്ള ശക്തമായ ഈ ഐക്യം, ഇരകൾക്ക് അനുകൂലമായി കൊണ്ടുള്ള ഈ ഐക്യം, ഇരകൾക്ക് വേണ്ടിയുള്ള ഈ ശബ്ദം, വേട്ടക്കാർക്കെതിരെയുള്ള ഈ ഐക്യം, ഇത് കേവലം ഒരു ചായ കുടിച്ചു പിരിയുന്നത് പോലെ ആവാതെ ആ ഉച്ചകോടിയിലെ തീരുമാനങ്ങൾ ഫലപ്രദമായി കലാശിച്ചുകൊണ്ട് സിറിയൻ മുസ്ലിമീങ്ങൾക്കല്ല രക്ഷ നൽകട്ടെ, ബർമ്മൻ മുസ്ലിമീങ്ങൾക്കല്ല രക്ഷ നൽകട്ടെ, ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു രക്ഷ നൽകട്ടെ, ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലുമുള്ള മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു രക്ഷ നൽകട്ടെ. സമൂഹത്തിന് ഏറെ ആവശ്യമായ നിലക്കുള്ള ഐക്യത്തിന്റെ ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ, എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുവിന്റെ സഹായമാണ് നമുക്ക് വലുത്. അത് കിട്ടണമെങ്കിൽ അല്ലാഹു ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. ഞാനും നിങ്ങളും മനസ്സിൽ വിദ്വേഷം വെച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചാൽ പടച്ചവന്റെ സഹായമുണ്ടാവില്ല. ഞാനും നിങ്ങളും പരസ്പരം വിദ്വേഷത്തിന്റെ അർത്ഥത്തിൽ പരസ്പരം കൈകോർത്ത് പിടിച്ചതുകൊണ്ട് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല. അല്ലാഹു സഹായിക്കാമെന്ന് ഏറ്റിട്ടുള്ളത് ഏതെങ്കിലും ചവറുകളെയല്ല, ഏതെങ്കിലും ചപ്പ് ചവറുകളെയല്ല. അക്കൂട്ടത്തിൽ അങ്ങനെ നമ്മൾ ആയിത്തീരരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മലവെള്ളത്തിൽ ഒഴുകി വരുന്ന ചപ്പ് ചവറുകൾക്ക് സമാനമായി എൻ്റെ സമൂഹം മാറുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞ അവസ്ഥയിൽ പെടാതെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ റബ്ബിന്റെ സഹായത്തിന് നമ്മൾ യോഗ്യരാകുന്നത് വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, നമ്മുടെ മേൽ അല്ലാഹു അതാ അവൻ കടമയായി ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു അതാ ഓഫർ ചെയ്യുന്നു നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിക്കൽ. ഈമാനുള്ളവരെയാണ് അല്ലാഹു സഹായിക്കുക. വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ നിന്ദിതരാവേണ്ടതില്ല, നിങ്ങൾ ദുഃഖിതരാവേണ്ടതില്ല, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഈമാനാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ തൗഹീദ് ശരിയാവണം. നാം മുഴക്കിയ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന
സത്യസാക്ഷ്യ വചനത്തോട് കൂറ് പുലർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. പടച്ചതമ്പുരാനെ മാത്രം ഇലാഹായി കണ്ടുകൊണ്ട് അവന് മാത്രം ആരാധനകൾ അർപ്പിച്ചുകൊണ്ട്, അതുപോലെ എന്റെ നേതാവ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്നറിഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കണം. പെരുന്നാളിന്റെ ദിവസം പോലും പാന്റും അതുപോലെ തന്നെ മറ്റു വസ്ത്രങ്ങളുമൊക്കെ നിര്യാണിക്ക് താഴെ വലിച്ചഴച്ചുകൊണ്ട് ഈദ്ഗാഹിലേക്ക് വന്നവരുണ്ടാകാം. പ്രിയ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ പറയുന്നു, നരകാഗ്നിയിൽ നിന്ന് മോചനം കിട്ടാനാണ് ഒരു മാസം നമ്മൾ പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ, അല്ലാഹുവേ നരകത്തീയിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കണേ എന്നാണ് നമ്മൾ കരഞ്ഞു തേടിയത്. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ അസ്ഫല മിനൽ കഅബൈനി ഫിന്നാർ, നിര്യാണിക്ക് താഴെ തൂങ്ങുന്ന വസ്ത്രം അത് നരകം വാങ്ങിത്തരുന്ന വസ്ത്രമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിര്യാണിക്ക് താഴെയുള്ള വസ്ത്രം ധരിക്കരുത്. അത് നിങ്ങൾ കയറ്റി വെക്കണം, മടക്കി വെക്കണം. ഏതെങ്കിലും സമയത്തേക്കല്ല, കൃത്യമായി തന്നെ നിങ്ങളത് മടക്കി വെക്കണം. ഒരു നിലക്കും നിങ്ങളുടേതായ വസ്ത്രം നിര്യാണിക്ക് താഴെ താഴ്ന്നു പോകരുത്. സഹോദരിമാരോട് വീണ്ടും പറയുന്നു, ഇന്നത്തെ ദിവസമോ വരും ദിവസങ്ങളിലോ നിങ്ങൾ അള്ളാഹുവിന് വെറുപ്പുള്ള വേഷം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകരുത്. അള്ളാഹുവിന് വെറുപ്പുള്ള രൂപത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത്. അള്ളാഹു തആല ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കാര്യവും ന്യായീകരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകരുത്. അതുകൊണ്ട് താടി നീട്ടി വളർത്തൽ പുരുഷന് സുന്നത്തുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്കതിന് തുടക്കം കുറിക്കാം. ഒരു നല്ല കാര്യമാണ്. അള്ളാഹു എന്നോട് എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മുഖേന ഞാൻ തുടങ്ങട്ടെ, എന്റെ റബ്ബിന് ഇഷ്ടമുള്ള ഒരു പണി ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക, ധർമ്മം ചെയ്യുക. അതേ, പാവങ്ങളായ ആളുകൾക്ക് വേണ്ടി സ്വതക്കകൾ ചെയ്യുക. നാടുകളിലേക്ക് വിളിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, സ്നേഹവും സൗഹാർദ്ദവും കൈമാറുക. ആ അർത്ഥത്തിൽ യഥാർത്ഥമായ നിലക്ക് ഇന്നത്തെ ദിവസത്തെ നാം ആഘോഷിക്കുക. ആഘോഷം എന്ന് പറയുമ്പോൾ മദ്യമില്ലാതെ എന്താഘോഷമാണ്, മദിരാക്ഷിയില്ലാതെ എന്താഘോഷമാണെന്ന് ചിന്തിക്കുന്ന കാലഘട്ടമാണ്. ആഘോഷം, നമ്മുടെ ആഘോഷവും അള്ളാഹു അനുവദിച്ചു തന്ന വിനോദങ്ങൾ നമുക്ക് ഏർപ്പെടാം. കളികൾ ഇസ്ലാം അനുവദിച്ചു തന്നു. അതേ അവസരത്തിൽ അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കാര്യത്തിലും ഏർപ്പെടാതെ സന്തോഷത്തോടുകൂടി നമ്മൾ ഈ ദിവസം ആഘോഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ആഘോഷങ്ങൾ എന്താണ്? നമുക്കുള്ള സന്തോഷമാണ്. ആ സന്തോഷം എന്തിന്റെ പേരിലാണ്? അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള സന്തോഷമാണ്. സ്വർഗം കിട്ടുവാനുള്ള മോഹമാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കുമല്ലോ എന്ന പ്രതീക്ഷയാണ്. ആ അർത്ഥത്തിലായിരിക്കണം പ്രിയമുള്ളവരെ. കുട്ടികളെ നിങ്ങൾ ഉപദേശിക്കണം. മക്കളോട് നിങ്ങൾ പറയണം, മക്കളെ പെരുന്നാളാണെന്ന് വിചാരിച്ച് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ സിനിമക്കിറങ്ങരുത്, മോശപ്പെട്ട കാര്യങ്ങൾക്ക് പോകരുത്, ഗാനമേളകളിലേക്ക് പോകരുത്. ഈ രൂപത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സമൂഹത്തെ ഉത്ബുദ്ധരാക്കണം. നമ്മുടെ സമൂഹത്തോട് പറയണം, കുട്ടികളോട് പറയണം, നാം അനുഷ്ഠിച്ച വ്രതം പൊന്നുപോലെ കാത്തു സൂക്ഷിക്കണം. അതിൻ്റെ കുളിര് നമ്മുടെ മനസ്സിലെന്നും നിലനിൽക്കട്ടെ, ആ തഖ്വ എന്നും നിലനിൽക്കട്ടെ. നാം എപ്പോഴും നോമ്പുകാരെ പോലെ തന്നെ ജീവിക്കുക. ഏതർത്ഥത്തിൽ? നോമ്പുകാലത്ത് വേണ്ടാത്തത് ചെയ്യാൻ തോന്നുമ്പോൾ നമ്മൾ എന്താ നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചത്? ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് നോമ്പാണ്, അതുകൊണ്ട് എനിക്കത് പറ്റില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്താണ് വേണ്ടത്? ഞാൻ നോമ്പെടുത്തവനാണ്, ഞാൻ നോമ്പ് നോറ്റവനാണ്, ഞാൻ ശുദ്ധീകരണം വരുത്തിയവനാണ്, ഇനി എനിക്ക് അഴുക്കായിക്കൂടാ, ഇനി ഞാൻ വൃത്തികേടിലേക്കില്ല, ഇനി ഞാൻ ചീത്തകളിലേക്കില്ല. അതേ, കൃത്യമായ നിലക്കുള്ള ശുദ്ധീകരണം നേടിക്കഴിഞ്ഞ് അത് തകർക്കാൻ സെക്കൻഡുകളെ വേണ്ടൂ എന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. അതിലേക്ക് എടുത്ത് ചാടരുത്. കൂടുതൽ വിനീതരായിക്കൊണ്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുക. സന്തോഷത്തോടുകൂടി അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇറങ്ങുക. അസർവശക്തനായ നാഥൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം വളരെ അകമഴിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ നാഥ, ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ നമസ്കാരവും നീ സ്വീകരിക്കണമേ നാഥ. നരകത്തിൽ നിന്ന് മോചനം ലഭിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. പടച്ച റബ്ബേ, റമദാനിൽ മാത്രം നിന്നെ സൂക്ഷിച്ച് ജീവിക്കുകയും റമദാൻ കഴിഞ്ഞാൽ നിന്നെ മറന്നുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. മറിച്ച് റമദാനിലും എല്ലാ കാലത്തും
നിന്നെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ നാഥ. നാഥ, ഈ കാര്യങ്ങളുടെ വിജയത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഈ കാര്യങ്ങളുടെ സംഘാടനത്തിന് വേണ്ടി നമുക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നൽകിയ ഷാർജയിലെ മതകാര്യ വകുപ്പ്, ഈ രാജ്യത്തിന്റെ ഭരണച്ചങ്കോൽ പിടിക്കുന്ന ഷെയ്ഖ് സുൽത്താൻ ഹഫിളഹുല്ലാ, അതുപോലെ തന്നെ UAE-യുടെ ഷെയ്ഖ് ഖലീഫ ഹഫിളഹുല്ലാ, അതുപോലെ തന്നെ മതവകുപ്പിന്റെ ഭരണാധികാരികൾ, ബന്ധപ്പെട്ട ആളുകൾ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശാലമായ ഈ ഗ്രൗണ്ട് അനുവദിച്ചു തന്നവർക്ക്, വിശാലമായ ഈ ഗ്രൗണ്ടിൽ നമുക്കതാ വേണ്ട രൂപത്തിൽ ഈ ഇബാദത്തുകൾ വളരെ ആത്മാർത്ഥമായ നിലക്ക് സന്തോഷത്തോടെ നിർവഹിക്കുവാൻ അവസരം നൽകുമാറ് ഇതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നൽകിയ ആളുകൾ ധാരാളം ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, എല്ലാവരിൽ നിന്നും നീ ഖബൂൽ ചെയ്യണമേ. സാമ്പത്തികമായും ശാരീരികമായും പ്രയാസങ്ങളുള്ളവരുണ്ട്, കടക്കെണിയിൽപ്പെട്ടവരുണ്ട്, ഒരുപാട് ദുരന്തങ്ങൾക്ക് വിധേയരായവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തുണയാകണമേ. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ നീ ഞങ്ങളെ സഹായിക്കണമേ നാഥ. ഞങ്ങളുടെ മനസ്സുകളിൽ ആരോടും ഒരു വിദ്വേഷവുമില്ലാതെ ഞങ്ങളുടെ പണ്ഡിതന്മാരോട്, ഞങ്ങളുടെ നേതാക്കളോട് കൂറും അനുസരണവുമുള്ള നല്ലവരായ ആളുകളാക്കി ഐക്യത്തോടുകൂടി തൗഹീദിന്റെ ശബ്ദത്തെ ഉയർത്തിപ്പിടിക്കുന്ന നല്ലവരായി കൊണ്ട് മുന്നോട്ട് പോകുവാൻ നാഥ നീ ഞങ്ങൾക്ക് കരുത്തു പകരണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ എന്തു തന്നെയുണ്ടെങ്കിലും ഈ മഹത്തായ വേദി, നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറഞ്ഞ ഈ വേദി വിട്ടുപിരിയുന്നതിന്റെ മുമ്പ് നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് നീ ഞങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമയുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ മാത്രം കാണുക നാഥ. ഒരിക്കലും അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് പൊട്ടിക്കരയേണ്ടുന്നവരവസ്ഥ ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് തരരുത് റബ്ബേ. ഏതവസരത്തിലും നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീ പുരുഷന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا إنك أنت الغفور الرحيم. توفنا مسلمين وألحقنا بالصالحين، والحمد لله رب العالمين. വൈകുന്നേരം മാറിട്ട് ആളുകൾ കൊടുക്കല്ലേ, ആളുകൾ ബ്ലോക്ക് ചെയ്യല്ലേ. ഹലോ സബീർ
Gracias.